ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ചുരമൊക്കെ കയറി വയനാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരിട്ട് പോവേണ്ടത് മേപ്പാടി ചുണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കാട്ടിൻ്റെ ഉള്ളിലായിട്ടുള്ളൊരു റിസോർട്ടിലാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാറിലൊന്നും നേരിട്ട് അവിടേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അവരുടെ ജീപ്പ് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുക. നമ്മളിപ്പോൾ ആ മലയൊക്കെ കയറി റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ റിസോർട്ടും പരിസരവും ഒക്കെ ഒന്ന് ചുറ്റാണെന്ന് കണ്ടാലോ? ഇവിടെ ഇതേപോലെയുള്ള കുറേ വില്ലാസ് ഉണ്ട്, അതേപോലെ ട്രീ ഹൗസ് ഉണ്ട്, ബാംബു ഹട്ട് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കുറച്ച് ഹൈറ്റിലായിട്ട് ഒരു ബാംബു ഹൗസ് ഉണ്ട്. ഇനി നമുക്ക് അതൊന്ന് പോയി കണ്ടാലോ? ഈ ഒരു ഹൗസ് കുറച്ച് ഉയരത്തിലായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ റിസോർട്ടിലത്തെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഈ സ്റ്റെപ്പ് കയറി നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. 3-4 ചെയറൊക്കെ ഇട്ട് ഒരു ഫാമിലിക്ക് സംസാരിച്ചിരിക്കാൻ പറ്റിയ രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട്. നമുക്ക് അതേപോലെ ഒരു കൊച്ചു വീട്ടിലുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവർ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് വിശ്രമിക്കുക ചെയ്തൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് അവർ പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്, എന്നാൽ പിന്നെ അവിടേക്ക് പോകാമെന്ന് കരുതി. എന്നാൽ പിന്നെ നമുക്ക് ആ വാട്ടർഫോൾസ് വരെ ഒന്ന് പോയി വരാം. ഇപ്പോൾ പൊതുവെ മഴയൊക്കെ കുറവായതുകൊണ്ട് വെള്ളം കുറവാണ്, നമുക്ക് ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യാം.
നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇവിടെ. അപ്പോൾ അന്ന് വൈകിട്ട് നമ്മളൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് അടിച്ചു പൊളിച്ച് അവിടെ അങ്ങ് സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ നമ്മൾ മുത്തങ്ങ കാട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ മോർണിംഗ് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ മുത്തങ്ങ കാട്ടിലാണുള്ളത്. മോനുള്ളതുകൊണ്ട് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആണെങ്കിൽ കുറച്ച് മാനയും കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കാണാൻ പറ്റിയുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരിട്ട് കുറുമ്പാലക്കോട്ടേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ കുറുമ്പാലക്കോട്ട എത്തി. അപ്പോൾ ഇവിടുന്ന് 1.5 കിലോമീറ്റർ കയറാനുണ്ടെന്നാണ് അവർ താഴെന്ന് പറഞ്ഞത്. എന്നാൽ നമുക്കൊന്ന് കയറി നോക്കാം. താഴേന്ന് വിചാരിച്ച പോലെ അത്ര ഈസി ആയിരുന്നില്ല മുകളിലോട്ട് കയറാനായിട്ട്. എല്ലാവരും ടയേർഡായി. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കയറി മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈവനിങ് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല. ഇവിടെ എല്ലാവരും പുലർച്ചെ വന്നിട്ട് ആ ഒരു വ്യൂ കാണാനാണ് ഇവിടേക്ക് കാര്യമായിട്ട് വരുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ പുലർച്ചെ വന്നിട്ട് നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിൽ കാണാനായിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇരുട്ട് മൂടുന്നതിന് മുമ്പ് താഴോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച കാണും വരെ ബൈ.